കോകുലം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഈ രണ്ടുപേരുടെ മൃതദേഹമുണ്ട്. അതോടൊപ്പം തന്നെ അതായത് ഈ പറയുന്ന പ്രതിയുടെ പെൺസുഹൃത്ത് അതോടൊപ്പം സഹോദരൻ രണ്ടുപേരുടെ മൃതദേഹമുണ്ട്. ഉമ്മയുടെ മൃതദേഹവും പ്രതിയുടെ ഉമ്മയെയും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഉമ്മയുടെ മരണം സ്ഥിരീകരിച്ചു എന്നുള്ള തരത്തിൽ പുറത്ത് അവർക്കൊപ്പം വന്ന ആളുകൾ പറയുന്നുണ്ടെങ്കിൽ കൂടി ആശുപത്രി അധികൃതർ അങ്ങനെ ഒരു സ്ഥിരീകരണം നൽകുന്നില്ല. നമുക്കൊപ്പം ഇപ്പോൾ ഉള്ളത് സുധീർ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ വീടിനടുത്തുള്ള പഞ്ചായത്ത് മെമ്പറാണ്. നിങ്ങൾക്ക് അടുത്തറിയാവുന്ന തൊട്ടടുത്തുള്ള ആളുകളാണല്ലേ? എൻ്റെ വീടിന് തൊട്ടടുത്താണ് ഈ കുട്ടി താമസിക്കുന്നത്. ഉമ്മയും വാപ്പയും ഒരു സഹോദരനാണ് ഉള്ളത്. ഈ കുട്ടി PGക്ക് പഠിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ട്യൂഷന് പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പം ഇപ്പോഴാണ് ഈ സംഭവം വീട്ടുകാരും അറിയുന്നത്. ഈ പെൺകുട്ടിയുടെ വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം നടന്നിട്ടുണ്ടോ? പെൺകുട്ടിയുടെ വീട്ടിലൊരു ആക്രമണം നടന്നിട്ടില്ല. ഒരു വീട്ടുകാരൊന്നും ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് അവർ ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത് തന്നെ. അപ്പം ട്യൂഷന് പോകുന്നു എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അത് ആദ്യം വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കൂടി മരണപ്പെട്ടു എന്നുള്ള തരത്തിൽ ചില വാർത്തകൾ വന്നിരുന്നു. അത് നമുക്ക് പൂർണ്ണമായും അത്തരത്തിലൊരു സംഭവമില്ല. അത് ആദ്യം വന്ന ഒരു അഭ്യൂഹം എന്നുള്ള തലയ്ക്ക് തള്ളിക്കളയാമല്ലേ? ഈ പെൺകുട്ടിയും ഈ പറയുന്ന ഇവരുമായി ഈ പ്രതിയുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ള കാര്യമൊക്കെ വീട്ടുകാർക്കൊക്കെ അറിയാമായിരുന്നു? അവരോടൊക്കെ സംസാരിച്ചു? വീട്ടുകാർ കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചില്ല. പക്ഷേ വീട്ടുകാർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ അവരുടെ സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. ഇപ്പോഴാണ് ഈ സംഭവത്തെക്കുറിച്ചും അവരും അറിയുന്നത്. ഈ പെൺകുട്ടി എത്ര മണിക്കാണ് വീട്ടിൽ നിന്ന് ട്യൂഷനാണെന്ന് പറഞ്ഞ് പോയത്? പെൺകുട്ടി രാവിലെ ട്യൂഷനായിട്ട് പോയതാണ്. മടങ്ങി വന്നില്ല. അപ്പോൾ ഈ പയ്യൻ്റെ കൂടൊപ്പം പോയി. പിന്നെ പയ്യൻ്റെ വീട്ടുകാർ ഇതിനെ എതിർത്തത് കൊണ്ടാണ് പ്രകോപനപരമായി ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ പെൺകുട്ടിയെ സംബന്ധിച്ച് അവിടെ വളരെ ഒതുക്കമുള്ള വളരെ സൈലൻ്റായിട്ടുള്ളൊരു കുട്ടിയാണ്. ആ പ്രദേശത്തൊക്കെ വളരെ അച്ചടക്കമൊക്കെ ഉള്ളൊരു കുട്ടിയായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഷോക്കാണ്. ഇവരുടെ രണ്ടുപേരുടെയും വീടുകൾ തമ്മിൽ ഒരുപാട് ദൂരമുണ്ടോ? ഇതിപ്പോൾ ഈ പെൺകുട്ടിയുടെ വീട് വെഞ്ഞാറമൂട് നിന്ന് 1 കിലോമീറ്റർ പടിഞ്ഞാറ്, അതായത് ആറ്റിങ്ങൽ റോഡിലാണ്. ഈ പയ്യൻ്റെ വീടെന്ന് പറയുന്നത് വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ കിഴക്കോട്ട് മാറി തേമ്പാമൂടിനടുത്താണ്. ഈ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായ കാര്യം, ഒരു കൊലപാതകം ഉണ്ടായ കാര്യം ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും പരിസരവാസികളായ നിങ്ങളുമൊക്കെ ഏത് സമയത്താണ് അറിയുന്നത്? ഞങ്ങൾ വൈകുന്നേരം ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറേ ആയുള്ളൂ ഈ കൊലപാതകത്തെക്കുറിച്ച് നമ്മളൊക്കെ അറിയാൻ തുടങ്ങിയിട്ട്. വീട്ടുകാർ ഇപ്പോൾ ഈ തൊട്ട് മുമ്പാണ് ഇപ്പോൾ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ പെൺകുട്ടിയുടെ പിതാവിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോഴാണ് ഇങ്ങനെ ആശുപത്രിയിലാണ് എന്നുള്ളതാണ് ആ വീട്ടുകാരൊക്കെ അറിഞ്ഞത്. പരിസരവാസികളൊക്കെ ഇപ്പോഴാണ് ഇത് അറിയുന്നത്. ഈ ഒരു അരമണിക്കൂറേ ആവും ഈ കാര്യത്തെക്കുറിച്ചൊക്കെ അറിയുന്നത്. അപ്പോൾ ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇങ്ങനൊരു സംഭവം നടന്നു എന്നുള്ള കാര്യം. അത്രത്തോളം വളരെ സൈലൻ്റായിട്ട് ഒതുക്കത്തോടു കൂടി ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. ആ ഫാമിലിയും അങ്ങനെയാണ്. വളരെ ഒരു സഹോദരനും അമ്മയും വാപ്പയാണ് ഉള്ളത്. വളരെ സൗമ്യമായി വളരെ. എന്ത് ചെയ്യായിരുന്നു കുട്ടി PGക്ക് പഠിക്കുന്നു. എവിടെയാണ് പഠിക്കുന്നത്? കൊല്ലത്താണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇവിടെ ആശുപത്രിയിൽ നിങ്ങൾ സംസാരിച്ചല്ലോ. അപ്പോൾ ഇവിടെ ഉള്ളത് ഈ പറയുന്ന പ്രതിയുടെ ഉമ്മ, അതോടൊപ്പം തന്നെ സഹോദരൻ, അതോടൊപ്പം നിങ്ങളുടെ പരിസരവാസിയായ പെൺകുട്ടി അല്ലേ? 3 പേർ. അതെ. ഇപ്പോൾ ഇവിടെ ഗോകുലം ഹോസ്പിറ്റലിലുള്ള ഇവർ 3 പേരുമാണ്. ഞാനിപ്പോൾ ഡോക്ടറെ അടുത്ത് സംസാരിച്ചപ്പോൾ ഉമ്മയുടെ സ്ഥിതി ആശങ്കാജനകമാണ് എന്നാണ് പറഞ്ഞത്. ഇതാണ് ഇവരുടെ ഈ പെൺകുട്ടിയുടെ വീടിനടുത്തുള്ള ആളുകൾ സംസാരിക്കുന്നത്. അതായത് നേരത്തെ ചില അവ്യക്തതകളുണ്ടായിരുന്നു. പുറത്തു വന്ന വാർത്തകളിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് ഈ പെൺകുട്ടിയുടെ ഉമ്മയെയും വാപ്പയെയും കൊലപ്പെടുത്തി എന്നുള്ള തരത്തിലും ചില അഭ്യൂഹങ്ങളൊക്കെ ഇങ്ങനെ പരന്നിരുന്നു. പക്ഷേ അങ്ങനെയല്ല. പെൺകുട്ടിയുടെ വീട്ടിൽ യാതൊരു വിധത്തിലുള്ള ആക്രമണവും നടന്നിട്ടില്ല. പെൺകുട്ടി ട്യൂഷനായി രാവിലെ വീട്ടിൽ നിന്നും പോയതാണ് എന്നുള്ളതാണ് പഞ്ചായത്ത് മെമ്പറായ സുധീർ, ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്തായി താമസിക്കുന്ന ആളാണ്, അദ്ദേഹം വ്യക്തമാക്കുന്നത്. അങ്ങനെ രാവിലെ വീട്ടിൽ നിന്നും പോയി. പിന്നീട് ഏകദേശം ഇപ്പോഴത്തെ സമയം വെച്ച് കണക്കാക്കുമ്പോൾ 1 മണിക്കൂർ മുമ്പ് മാത്രമാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടന്ന വിവരം ആ പരിസരവാസികൾ അറിയുന്നത്. വീട്ടുകാർ അല്പം മുമ്പ് മാത്രമാണ് ഈ പെൺകുട്ടിയുടെ വീട്ടിലുള്ള ആളുകൾ ആ വിവരം അറിഞ്ഞിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഇവിടെ 2 പേരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ പ്രതിയുടെ അമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പോലും പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഇവർ തമ്മിലുള്ള ബന്ധത്തിന് തടസ്സം നിന്നത് മൂലം ഈ പെൺകുട്ടിയുടെ ഈ പ്രതിയുടെ കുടുംബാംഗങ്ങളെ കൂടി കൊലപ്പെടുത്തി, ഈ 3 പേരെയും ആ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് പരിസരവാസികൾ. പെൺകുട്ടിയുടെ വേറെ ബോട്ട്സ്, അതായത് പേര്, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ? നമുക്ക് അദ്ദേഹത്തോട് തന്നെ കൂടുതൽ സംസാരിക്കാം. ഈ പെൺകുട്ടിയുടെ
പേര്, കൂടുതൽ വിവരങ്ങൾ, അവരുടെ പശ്ചാത്തലമൊക്കെ എന്ന് പറയാം. പെൺകുട്ടിയുടെ പേര് ഫർസാന എന്നാണ്. പിന്നെ ഒരു സഹോദരൻ പഠിക്കുന്നുണ്ട്. പിന്നെ ഉമ്മയും ബാപ്പയാണ് ആ വീട്ടിലുള്ളത്. ഈ പെൺകുട്ടി കൊല്ലത്താണ് PGക്ക് പഠിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്, ഇപ്പോൾ തിരക്കിയപ്പോൾ അറിഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് ചെറുപ്പം തൊട്ട് അറിയാവുന്ന കുട്ടിയാണ്? ഇവിടെ താമസമായിട്ട് ഏകദേശം 7-8 വർഷത്തോളമായി. എനിക്ക് അറിയാവുന്നതാണ്. വളരെ നല്ല രീതിയിൽ ജീവിക്കുന്നൊരു കുടുംബമാണ്. വേറെ അങ്ങനെ അതിൽ ഈ പെൺകുട്ടിയെക്കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ പരിസരവാസികൾക്ക് നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം വളരെ അച്ചടക്കത്തോടുകൂടി ഒതുക്കത്തോടുകൂടി ജീവിക്കുന്നൊരു കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനൊരു ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഈ വിവരം നിങ്ങളൊക്കെ പരിസരവാസികളൊക്കെ അറിഞ്ഞതിന് ശേഷമാണോ വീട്ടുകാരെയൊക്കെ അറിയിച്ചത്? വീട്ടുകാർ ഇപ്പോഴാണ്, ഇപ്പോൾ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ പെൺകുട്ടിയുടെ പിതാവിനെ വിളിച്ച് ഫോൺ ചെയ്ത് അറിയിക്കുമ്പോഴാണ് അദ്ദേഹം അറിയുന്നത്. അവർ വീട്ടുകാർ അറിഞ്ഞത് എന്തോ അപകടം പറ്റി ആശുപത്രിയിൽ നിന്നാണെന്ന് അറിഞ്ഞത്. ഇങ്ങനെ ഒരു കൊലപാതകം നടന്നു എന്നുള്ളതൊക്കെ ഇപ്പോഴാണ് അവരറിയുന്നത്. ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്ന ആളുകൾ? അച്ഛൻ ഈ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ സ്വന്തമായി ബിസിനസ്സും സ്ഥാപനമൊക്കെ നടത്തുന്ന ആളാണ്. പിന്നെ അമ്മയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. സഹോദരൻ പഠിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഇവിടേക്ക് എത്തിയിട്ടുണ്ടോ? ആശുപത്രി കുടുംബാംഗങ്ങൾ ഇപ്പോൾ പിതാവിനെ പോലീസ് വിളിച്ചു. അദ്ദേഹം പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ടുണ്ട്. അദ്ദേഹം അവിടുന്ന് പോലീസുകാർ വിളിച്ച് അങ്ങനെ പോയി. അതിനുശേഷം ഇപ്പം ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് ആശുപത്രിയിലോട്ട് വരുമെന്ന് പറഞ്ഞു. ഇതാണ് പെൺകുട്ടിയുടെ കൂടുതൽ വിശദമായ വിവരങ്ങൾ എന്ന് പറയുന്നത്. ഈ പെൺകുട്ടിക്ക് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞത് വലിയ ഞെട്ടലോടുകൂടി തന്നെയാണ് ആളുകൾ കേട്ടത്. പെൺകുട്ടിയുടെ പിതാവിനെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് കൂടുതൽ വിശദാംശങ്ങൾ അറിയാനായി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ആ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനും ആശുപത്രിയും തമ്മിൽ ഏകദേശം ഒരു 2-2.5 കിലോമീറ്ററിൻ്റെ അമൽ കേൾക്കാമെങ്കിൽ ഈ സുധീറിനോട് ഈ പെൺകുട്ടിയും ഈ പ്രതിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊന്ന് ചോദിക്കാം. അവർ തമ്മിലുള്ള സൗഹൃദം എങ്ങനെയാണ്? അത് നേരത്തെ വീട്ടുകാർക്ക് അറിയാമായിരുന്നോ? അത് ഈ അയൽവാസികൾക്കും അറിയാമായിരുന്നു എന്നുള്ള കാര്യത്തിലും കൂടെ ഒരു വ്യക്തത വരുത്താമോ? എന്താണ് ഈ കൊലപാതകത്തിൻ്റെ കാരണം? അവർ തമ്മിലുള്ള ബന്ധമാണോ? അനന്തൻ, ഞാൻ ഈ വന്ന സമയത്ത് തന്നെ ഈ അദ്ദേഹത്തോട് ആ വിവരം ചോദിച്ചിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത്തരം ഒരു കാര്യം അവർക്കറിയില്ലായിരുന്നു. വീട്ടുകാരുടെ കാര്യത്തിലാണെങ്കിലും അവരുടെ അടുത്ത ബന്ധുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഉള്ളതായുള്ള കാര്യമൊന്നും അവർക്കറിയില്ലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ഈ പെൺകുട്ടിയും അതോടൊപ്പം തന്നെ ഈ പ്രതിയും തമ്മിലുള്ള എന്തെങ്കിലും ബന്ധത്തെപ്പറ്റി അവർക്കറിയില്ല. പക്ഷേ അവർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഈ സുധീർ തന്നെ നമ്മളോട് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് ഈ പറയുന്ന പ്രതി വിളിച്ചു വരുത്തി. അതിനുശേഷം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവർ തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച വിഷയങ്ങളിൽ സംസാരമുണ്ടായി. അപ്പോൾ അതിന് വീട്ടുകാർ തടസ്സം നിന്നതിനെ തുടർന്ന് കൊലപ്പെടുത്തി എന്നുള്ളതാണ് അവർ സംശയിക്കുന്നത്. ആ കാര്യത്തിൽ അതിപ്പോൾ ഈ പറയുന്ന പഞ്ചായത്ത് മെമ്പറുടെ ആ നാട്ടുകാരുടെ ഒരു സംശയമായി മാത്രമേ ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയുന്നുള്ളൂ. അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ള കാര്യത്തിലൊന്നും നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ ആ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്. അവർ തമ്മിലുള്ള ബന്ധത്തിന് കുടുംബാംഗങ്ങൾ തടസ്സം നിന്നു. അതായത് ഈ പറയുന്ന പ്രതിയുടെ ഉമ്മയും ആ സഹോദരനുമൊക്കെ തടസ്സം നിന്നതിനെ തുടർന്ന് ഇങ്ങനൊരു കൊലപാതകമുണ്ടായി എന്നാണ് ആ നാട്ടുകാർ സംശയിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഈ പെൺകുട്ടിയെ പറ്റി പറയാൻ ഈ പറയുന്ന നാട്ടുകാർക്ക് കഴിയുന്നില്ല. പെൺകുട്ടിയുടെ പിതാവ് അല്പസമയങ്ങൾക്കകം തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ആശുപത്രിയിലേക്ക് എത്തും. പോലീസിനോട് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ആശുപത്രിയിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പറയുന്ന നാട്ടുകാർക്ക് പോലും അവരോട് കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ബന്ധുക്കളോടൊന്നും കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ മരണം നടന്ന വിവരം അവർ അറിഞ്ഞിട്ട് തീർത്തും അപ്രതീക്ഷിതമായ ഒരു സാഹചര്യമാണ് നേരിട്ടത്. മുൻപ് യാതൊരു വിവരവും ഇതേ സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല. താൻ